നമസ്കാരം. അഷ്റഫ് രാങ്ങാട്ടൂര. ഇന്ന് CPM-കാരുടെ പുതിയൊരു തള്ളു പൊളിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ നമ്മുടെ പ്രിയപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അങ്ങോട്ട് പോയി കണ്ടു, അദ്ദേഹത്തിന്റെ ബൊക്കെ വാങ്ങി, അദ്ദേഹത്തിന്റെ സ്വീകരണം ഏറ്റുവാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് സൈബർ ഹാൻഡിലുകൾ നമ്മുടെ സഖാക്കൾക്കിട തുള്ളുകയാണ്. സത്യത്തിൽ ഇതിന്റെ ഫാക്ട് എന്താണ്? വെള്ളാപ്പള്ളി നടേശന്റെ മകന്റെ വീട്ടിലേക്ക് രമേശ് ചെന്നിത്തല പോയോ? അവിടുന്ന് അദ്ദേഹത്തിന്റെ സ്വീകരണം ഏറ്റുവാങ്ങോ? ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? ഒരു വസ്തുത പഠിക്കാതെ അങ്ങ് പ്രചരിപ്പിക്കുകയാണ് പച്ചക്കള്ളങ്ങൾ. സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. രമേശ് ചെന്നിത്തല മത്സരിച്ചത് ഹരിപ്പാടാണ്. ആലപ്പുഴയിലെ ഹരിപ്പാട് മണ്ഡലത്തിലാണെന്ന് അറിയാത്തവരാരും ഉണ്ടാവില്ല. ഈ ഹരിപ്പാട് മണ്ഡലത്തിലെ പ്രമുഖ വ്യവസായിയാണ് അശോക പണിക്കർ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ സന്ദർശിക്കാത്തവരോ അദ്ദേഹത്തോട് സൗഹൃദം പുലർത്താത്തവരായിട്ട് ആരുമില്ല. അപ്പൊ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ഈ അശോക പണിക്കരുടെ മകളെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. രമേശ് ചെന്നിത്തലയെ അശോക പണിക്കർ തന്റെ വീട്ടിൽ ഒരു ചടങ്ങിന് ക്ഷണിച്ചു. സ്വാഭാവികമായിട്ടും തന്റെ മണ്ഡലത്തിലെ ഒരു പ്രമുഖ വ്യവസായി തന്നെ ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചാൽ പോകാതിരിക്കാൻ പറ്റുമോ? അയാളുടെ മകളെ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ കല്യാണം കഴിച്ചു എന്നതുകൊണ്ട് ആ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല എന്ന് രമേശ് ചെന്നിത്തലക്ക് പറയാൻ പറ്റുമോ? എന്ത് വിഡ്ഢിത്തമാണ് ഈ സഖാക്കൾ പറയുന്നത്? അശോക പണിക്കരുടെ വീട്ടിൽ നടന്ന ഒരു ചടങ്ങിലേക്ക് രമേശ് ചെന്നിത്തല എന്ന കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കടന്നു ചെന്നപ്പോ സ്വാഭാവികമായിട്ട് വീട്ടിലെ മരുമകൻ എന്ന നിലക്ക് ഉമ്മറപ്പടിയിൽ പോയി സ്വീകരിക്കുന്നതിൽ ഒരാൾ അയാളായിരിക്കുമെന്ന കരുത തർക്കമില്ലല്ലോ. അതുകൊണ്ട് അശോക പണിക്കരോട് ഞാൻ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെ മരുവന് തുഷാർ വെള്ളാപ്പള്ളിയോട് അങ്ങോട്ട് വരരുതെന്ന് പറയാൻ പറ്റുമോ രമേശ് ചെന്നിത്തലക്ക്? അങ്ങനെ മര്യാദ നാട്ടിലുണ്ടോ? അപ്പൊ നിങ്ങൾ ഈ കളവുകൾ പ്രചരിപ്പിക്കരുത് ദയവ് ചെയ്തിട്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ നമ്മുടെ രമേശ് ചെന്നിത്തലയെ ഒരു സംഖ്യയാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പൊ അതിനു മുമ്പ് നിങ്ങളോട് കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മുമ്പ് നിങ്ങൾ ഭരിക്കുമ്പോഴാണല്ലോ അയ്യപ്പ സംഗമം ഉണ്ടായത്. അയ്യപ്പ സംഗമം ഉണ്ടായപ്പോ നിങ്ങൾ ഉത്തർപ്രദേശിലേക്ക് കാശ് മുടക്കി പോയി അവിടുത്തെ യോഗി ആദിത്യനാഥ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായ മുഖ്യമന്ത്രിയെ ക്ഷണിച്ച് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാൻ വലിയ ശ്രമം നടത്തി. ഓർമ്മണ്ടല്ലോ? കേരളത്തിൽ ഇന്ത്യയിൽ എത്രയോ മുഖ്യമന്ത്രിമാരുണ്ട്, പല സ്റ്റേറ്റിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് ആരെയാണ്? കർണാടകയുടെ മുഖ്യമന്ത്രി ആയിരുന്നില്ല, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിന്റെ മമതാ ബാനർജി ആയിരുന്നില്ല. അവരൊക്കെയാണല്ലോ RSSനെതിരായിട്ട് വലിയ പോരാട്ടം നടത്തുന്നത്. നിങ്ങൾക്ക് വേണ്ടത് ആരായിരുന്നു? നരേന്ദ്രമോദിയുടെ ഏറ്റവും ഇഷ്ടപുത്രനായിട്ടുള്ള ഈ യോഗി ആദിത്യനാഥിനെ ചെയ്തു. എന്നിട്ട് നിങ്ങൾ അയാൾക്ക് വരാൻ പറ്റിയില്ല. വരാൻ പറ്റാഞ്ഞിട്ട് നിങ്ങൾ ചെയ്തത് എന്താണെന്നറിയോ? ആ യോഗി ആദിത്യനാഥിന്റെ കത്ത്, ആശംസ നിങ്ങൾ അവിടെ വായിച്ചു. ഏതുപോലെ പോപ്പിന്റെ ഒക്കെ ആശംസ സന്ദേശങ്ങള് ക്രിസ്ത്യൻ ചർച്ചുകളിലൊക്കെ വായിക്കാറുണ്ട്. അത്ര മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് യോഗി ആദിത്യനാഥിന്റെ കത്ത് നിങ്ങൾ ഈ അയ്യപ്പ സംഗമത്തിൽ വായിച്ചത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുന്നതാണ്, മറന്നിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഈ വർഗീയവാദികൾ ഒളിഞ്ഞും തെളിഞ്ഞും സന്ധ്യയായ വൃത്തികെട്ട രാഷ്ട്രീയം കളിച്ച നിങ്ങളാണ് രമേശ് ചെന്നിത്തല അശോക പണിക്കരുടെ വീട്ടിൽ പോയപ്പോ അവിടുത്തെ മരുവനായ തുഷാർ വെള്ളാപ്പള്ളി ഒരു ബൊക്കെ കൊടുത്തതിനെ കുറിച്ച് ഇത്ര ആക്ഷേപം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. അയാൾ വെള്ളാപ്പള്ളിയും കാണാൻ പോയിട്ടില്ല, അയാളെ മകനെയും കാണാൻ പോയിട്ടില്ല, ഒരാളെയും കാണാൻ പോകുന്ന പ്രശ്നമില്ല. പിന്നെ ഇനി മറ്റൊന്ന് വർഷം നിങ്ങൾ എന്താ പറയാ, VD സതീശനെ കാണാൻ വേണ്ടിയിട്ട് തുഷാർ വെള്ളാപ്പള്ളി ചെന്നല്ലോ. കറക്റ്റായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ, എന്നെ നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും കാണാൻ വരാം, നിങ്ങൾക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാം, ന്യായമുള്ളത് ഞാൻ കേൾക്കും, ന്യായമില്ലാത്തത് ഞാൻ കേൾക്കൂല. ഒരാളുടെ വീട്ടിലേക്കും ഒരു അധ്യക്ഷന്റെ കാല് പിടിക്കാനും അയാൾ പോയിട്ടില്ല. ഇവിടെ വർഗീയ വിഷം പ്രചരിപ്പിച്ച ഒരാളുടെ വീട്ടിലേക്കും ഒരാളുടെ കാലം പിടിക്കാൻ ഒരു കാലത്തും VD സതീശൻ പോയിട്ടില്ല, കോൺഗ്രസിന്റെ നേതാക്കന്മാരും പോയിട്ടില്ല. അത് അന്തസ്സോടെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പോയി എന്ന് തോന്നിയപ്പോ അതിനെ ഞങ്ങൾ ശക്തമായി എതിർത്തിട്ടുണ്ട്. അതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. കോൺഗ്രസ് പ്രവർത്തകരും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരൊന്നും രാഷ്ട്രീയ അടിമകളല്ല. അവർ വിവേകമുള്ള പ്രവർത്തകരാണ്. നേതാക്കൾ തെറ്റ് ചെയ്താലും അത് ചൂണ്ടിക്കള്ള ആർജവുള്ളവരാണ്. നേരെ മറിച്ച് നിങ്ങൾക്കതുണ്ടോ? നിങ്ങളിപ്പോ EDയുടെ കാറ് കുത്തിപ്പൊട്ടിച്ചില്ല. അത് എന്തിനാ കുത്തിപ്പൊട്ടിച്ചത്? പിണറായി വിജയൻക്കെതിരെ ED വല്ലതും പറഞ്ഞു? പിണറായി വിജയൻ തന്നെ പറയാണ്, എന്റെ വീട്ടിൽ വന്ന് മുക്കും മൂലിയൊക്കെ തെരഞ്ഞു, എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ആരൊക്കെ വേണ്ടിയിട്ടാണ് തെരഞ്ഞത്? പിണറായി വിജയന്റെ മകൾ നടത്തിയ ഒരു അഴിമതിയെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതിന് ഞങ്ങൾ EDയുടെ കാർ തല്ലി പൊട്ടിച്ചത്. അപ്പൊ കാര്യം പോലും അറിയാതെ എടുത്തിയാടുന്ന നിങ്ങളെ ഈ സൈബർ ആക്രമണത്തൊന്നും UDFന് ചുക്കും ചെയ്യാൻ പറ്റില്ല. വെള്ളാപ്പള്ളി നടേശന്റെ മകനെ രമേശ് ചെന്നിത്തല പോയി കണ്ടിട്ടുമില്ല, ഓന്റെ സ്വീകരണം ഏറ്റുവാങ്ങിയിട്ടില്ല. അശോക പണിക്കരുടെ വീട്ടിലെ പൊതുപരിപാടി പങ്കെടുക്കാൻ പോയപ്പോൾ, ഒരു കുടുംബ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടു അയാളുടെ മരുമകൻ എന്ന് നിലക്കുന്നത് മാത്രമാണ് സത്യം. അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇവിടെ എല്ലാ കള്ളങ്ങളും പൊളിച്ചടക്കണം. നമുക്ക് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.